വാഹന വിപണിയിൽ ഇപ്പോൾ EV വിപ്ലവമാണ്. എല്ലാ കാർ കമ്പനികളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇലക്ട്രിക് എഞ്ചിനിലേക്കാണ്. ഇലക്ട്രിക് കാർ വാങ്ങാനുള്ള ചെലവ് സാധാരണക്കാർക്ക് അത്ര താങ്ങാവുന്നതുമല്ല. അതിനൊരു പരിഹാരം എന്നോണം വൈദ്യുത വാഹന വിപണിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനൊരുങ്ങുകയാണ് MG മോട്ടോഴ്സ്. ബാറ്ററി പണം കൊടുത്തു വാങ്ങാതെ ഓടുന്ന കിലോമീറ്ററിന് മാത്രം നിശ്ചിത തുക വാടക നൽകുന്ന ബാറ്ററി ആസ് എ സർവീസ് അഥവാ ബാസ് സംവിധാനമാണ് MG ഒരുക്കിയിരിക്കുന്നത്. അടുത്തിടെ വിൻസർ എന്ന മോഡലിനൊപ്പം അവതരിപ്പിച്ച ബാസ് സംവിധാനം കോമറ്റ്, ZS EV SUV-കളിലേക്കും കമ്പനി വ്യാപിപ്പിക്കുകയാണ്. ഇതോടെ MGയുടെ കോമറ്റ് ഇനി മുതൽ 5 ലക്ഷം രൂപയ്ക്ക് ലഭിക്കുമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. പുതിയ സംവിധാനം വഴി ബാറ്ററി വാടകയ്ക്ക് ലഭിക്കുന്നതോടെ കുറഞ്ഞ വിലയിൽ ഇനി മുതൽ MGയുടെ കോമറ്റ് EVയും ZS EVയും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഓടുന്ന കിലോമീറ്ററിന് 2.5 രൂപ വെച്ചിട്ടാണ് MG കോമറ്റിന് വില നൽകേണ്ടി വരിക. എത്ര കാലം വരെ ബാറ്ററികൾ ഉപയോഗിക്കാനാവും എന്നായിരുന്നു EV ഉപയോക്താക്കളുടെ ഏറ്റവും വലിയൊരു ആശങ്ക. ഇത് മറികടക്കാനാണ് ബാറ്ററി പണം കൊടുത്തു വാങ്ങാതെ പകരം വാടകയ്ക്ക് ഉപയോഗിക്കുന്ന സംവിധാനം MG അവതരിപ്പിച്ചിരിക്കുന്നത്. അതോടെ ഇനി ബാറ്ററിയുടെ കാര്യത്തിലുള്ള പേടിയും വേണ്ട. ബാസ് പദ്ധതിയുടെ ഭാഗമായി 3 വർഷത്തെ ഉപയോഗം കഴിഞ്ഞാൽ 60% വില ഉറപ്പു നൽകുകയും കമ്പനി ചെയ്യുന്നുണ്ട്. ഇതോടെ റീസെയിൽ വാല്യൂ ഉണ്ടാകില്ലെന്ന ആശങ്കയും വേണ്ട. MG കോമറ്റിന് 230 കിലോമീറ്ററാണ് റേഞ്ച്. വാഹനം തിരികെ നൽകാനോ അപ്ഗ്രേഡ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ കമ്പനി ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട്. ബാസ് പ്രോഗ്രാമിന് കീഴിൽ 9.99 ലക്ഷം രൂപയ്ക്കാണ് ക്രോസ് ഓവർ യൂട്ടിലിറ്റി വാഹനമായ വിൻസർ MG വിൽക്കുന്നത്. ബാസ് പദ്ധതി പ്രകാരം 13.99 ലക്ഷം രൂപയ്ക്ക് ഇനി മുതൽ MG ZS EVയും സ്വന്തമാക്കാനാകും. ഓരോ കിലോമീറ്ററിനും 4.5 രൂപ വീതമാണ് MG ZS EV ഉടമകൾ നൽകേണ്ടി വരിക. ടാറ്റ നെക്സൺ EV, മഹീന്ദ്ര XUV 400 EV എന്നിവയുമായാണ് MG ZS EVയുടെ പ്രധാന മത്സരം. ZS EVയുടെ റേഞ്ച് 461 കിലോമീറ്റർ ആണ്. ലെവൽ 2 ADAS, 6 എയർ ബാഗുകൾ, ആന്റി ബ്രേക്കിംഗ് സിസ്റ്റം, EBD എന്നിങ്ങനെയുള്ള സുരക്ഷാ ഫീച്ചറുകളും വാഹനത്തിലുണ്ട്. MG കോമറ്റ് EVക്ക് ഇന്ത്യയിൽ നേരിട്ടുള്ള എതിരാളികളില്ലെങ്കിലും ടാറ്റ ടിയാഗോ EV, സിട്രൺ EC3 എന്നിവയ്ക്ക് നൂതന സംവിധാനത്തോടെ ഒരുക്കിയ കോമറ്റ് എതിരാളി തന്നെയായിരിക്കും.